രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കണോ വേണ്ടയോ? മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ രാഹുലിൻ്റെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കത്തില്ല എന്നാണ് ഇപ്പം നിലവിൽ ഇതുവരെയും നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നും അതുപോലെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതന്ത്രമായിട്ട് മത്സരിക്കത്തില്ല, പാർട്ടി സീറ്റ് കൊടുക്കത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായിട്ട് മത്സരിക്കത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നാമത്തെ വീടിൻ്റെ താക്കോൽ പ്രധാന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് മീഡിയയ്ക്ക് കൊടുക്കുന്ന മറുപടിയിൽ അതിനകത്ത് മീഡിയ ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുലിൻ്റെ മറുപടിയുണ്ട്. കാരണം ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോഴും പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ഒരു അച്ചടക്കം ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്, അച്ചടക്കം നോക്കുന്ന ഒരാളാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു മറുപടി. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, രാഹുൽ മാങ്കൂട്ടം പാർട്ടി പറയാതെ പാലക്കാട് മത്സരിക്കത്തില്ല, സ്വതന്ത്രനായിട്ട് പോലും മത്സരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അതിലൂടെ കാണുന്നത്. പക്ഷേ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരിക. കാരണം നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു എലക്ഷൻ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഞാൻ പറയുമല്ലോ, നമ്മൾ വീഴ്ച എന്നൊക്കെ പറയും, വീഴ്ചയല്ല, ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു ചാടിക്കാനും MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാനും. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല, പക്ഷേ മറ്റുള്ള ഈ പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതുപോലെ ഈ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താവാൻ കാരണക്കാരായിട്ടുള്ള ആളുകളെ മുമ്പിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കണം. അതാണ് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കണം. അതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇനിയും ഈ ഒരു പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി കിടക്കരുത്. ഇനിയെങ്കിലും ഒന്ന് രാഹുൽ പുറത്തു വരിക. അതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പാലക്കാട്ടിലെയും കേരളത്തിലെയും നാനാ ഭാഗത്ത് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. സ്വതന്ത്രമായിട്ട് മത്സരിച്ച് നിങ്ങൾ റെക്കോർഡ് വിജയം കരസ്ഥമാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നിലവിൽ ഇതുവരെ ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഞാനങ്ങനെ ആരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കത്തില്ല, രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല എന്ന് ഞാൻ ഒഫീഷ്യലി പറയുന്നത് കേട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു ഡ്രാമയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് അവസാനം വരെ ജനപിന്തുണ പിടിക്കുക, ജനപിന്തുണ നേടുക. രാഹുൽ മാങ്കൂട്ടം അവസാന സ്റ്റേജിൽ നിങ്ങൾ നോക്കിക്കോണം, രാഹുൽ മാങ്കൂട്ടത്തിനെ പുഷ്പം വലിച്ചെറിയുന്ന പോലെ, കരിയില വലിച്ചെറിയുന്ന പോലെ, നമ്മളെ കറിയിലൊക്കെ കരിയാപ്പില ഇടുമല്ലോ, കരിയാപ്പില വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞിട്ട് വേറൊരാളെ പിടിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് നിർത്തും. അപ്പോൾ പാലക്കാട് നമ്മൾ നിലവിൽ പിഷാരടിയുടെ പേര് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മറുപടിയാണ് പല ആളുകളുടെ ഇടയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. VD സതീശൻ പറഞ്ഞത് നമ്മൾ കേട്ടയാണ്, രമേശ് ചെന്നിത്തല പറഞ്ഞ കേട്ടയാണ്. അതുപോലെ പാലക്കാട് രമേശ് പിഷാരടിയാണോ എന്ന ചോദ്യത്തിൽ VK ശ്രീകണ്ഠൻ പറഞ്ഞ മറുപടി, അതുപോലെ ഇവരെല്ലാം പറഞ്ഞ മറുപടി ഒന്നാണ്. പക്ഷേ രമേശ് പിഷാരടി പറഞ്ഞ മറുപടി എന്താണ്? രമേശ് പിഷാരടി പറഞ്ഞ എനിക്കൊന്നും അറിയത്തില്ല, ഇതൊക്കെ പറയുന്നതല്ലേ എന്നാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു കളി നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് നിങ്ങൾ നോക്കിക്കോ, രമേശ് പിഷാരടിയെ നിർത്താനുള്ള പരിപാടിയാണ്. രാഹുലിനെ മാറ്റി നിർത്തി രമേശ് പിഷാരടിയെ നിർത്തി കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് രാഹുൽ മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ, പക്ഷേ ഒരു യഥാർത്ഥ ഒരു കറകളഞ്ഞൊരു കോൺഗ്രസ്സുകാരന് വേണ്ടുന്നൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഇതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടായാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ആ ഒരു പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാതെ ചേർത്ത് നിർത്താനും സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്ന് അവകാശപ്പെടുന്നത്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് പോലും ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പുള്ളിയെ ഇത്രയും കല്ലെറിഞ്ഞ് ക്രൂശിച്ചിട്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തെ പറ്റിയോ ആ ഒരു പ്രസ്ഥാനത്തിലെ ആളുകളെ പറ്റിയോട്ടോ എച്ചിപ്പോന്ന് പോലും പറഞ്ഞിട്ടില്ല. അതാണ് അയാളുടെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ? എന്തായാലും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും. രാഹുൽ എന്തായാലും മത്സരിക്കാൻ പോകുന്നില്ല, പാർട്ടി പറയാതെ രാഹുൽ മത്സരിക്കത്തില്ല. അതിനകത്ത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം.
മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിനെ തീരുമാനിച്ചോട്ടെ. പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെ പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരു അവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കണ്ടല്ലോ. അപ്പം ഇപ്പം തെറ്റ് പറ്റാത്ത ഇപ്പം നമ്മൾ തന്നെ നോക്കി ഗണേഷ് കുമാറിന് തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല. പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കാന്നേ ഉള്ളൂ അല്ലേ? ഒരു അവസരം കൊടുക്കാന്നേ ഉള്ളൂ. എത്ര ആളുകൾ ഇപ്പം ഈ പ്രസ്ഥാനങ്ങളിൽ ഭരണവശത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ എത്രയോ ക്രൂരതകൾ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോഴും കസേരകളിൽ, മന്ത്രി കസേരകളിലും MLA കസേരകളിലും ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും പല പല ഉടായ്പകളും ചെയ്തിട്ട് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള റീസെൻ്റായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടിയാണ് ഭരണപക്ഷം എടുത്തിട്ടുള്ളത്, എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒരു കാര്യത്തിനോട് ഞാൻ ഈ ഭരണപക്ഷത്തോട് യോജിക്കുന്നുണ്ട്. തൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് ചേർത്ത് പിടിക്കാൻ കാണിക്കുന്നൊരു മനസ്സ്, അതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. കാരണം അങ്ങനെ വേണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നോക്കിയേ, ഇവരെ ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ 18 ദിവസം ഈ പാവപ്പെട്ടവൻ പോയി ജയിലിൽ കിടക്കത്തില്ലായിരുന്നു അല്ലേ? ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ക്രൂശിച്ച് പല ആളുകളും, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പോലും ക്രൂശിച്ച് കല്ലെറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി പുറത്താക്കാൻ നോക്കിയപ്പോഴും ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും മിണ്ടാതെ വായും പൊത്തിയിരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഷഹനാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടതല്ലേ? ഈ പ്രസ്ഥാനത്തിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള എന്ത് നടപടിയാണ് ഇതിനെതിരെ ഈ ഒരു പ്രസ്ഥാനം എടുത്തിട്ടുള്ളത്? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭരണപക്ഷം സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ തന്നെ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. മുകേഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലേ? എന്നാലും പാലക്കാട് പിഷാരടി മത്സരിക്കുമോ എന്നൊരു ചോദ്യത്തിന് രാഹുലിൻ്റെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിയിൽ എല്ലാം ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കിക്കും. ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഇവിടെ വെച്ച് തരാം. ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗം, രാഹുൽ പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കേ. ആ വാർത്ത പരത്തിയവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എനിക്കതുമായിട്ട് ബന്ധമില്ലല്ലോ. മത്സരരംഗത്തുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിനെ തീരുമാനിച്ചോട്ടെ. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ മത്സരത്തിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 10-18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധി ആവുക എന്ന് പറഞ്ഞൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതും പാലക്കാട് പോലൊരു പ്രദേശം, എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ? അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിൻ്റെ സെക്കുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആണോ? ഓക്കെ, കണ്ടല്ലോ. ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ഈ ഒരു 100 പേർക്ക്, 100 പാവങ്ങൾക്ക് ഈ ഒരു സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ടിരുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്കും രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് പോലും പാലക്കാട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ ഉണ്ട്, എന്നെ വിളിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഒരു മറുപടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ വേണം ഒരു ജനപ്രതിനിധി, അങ്ങനെ ആയിരിക്കണം. എപ്പം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാനും ഓരോ കാര്യങ്ങൾ ചോദിക്കാനും ആവശ്യങ്ങൾ പറയാനൊക്കെ അത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ജനപ്രതിനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം 1ാമത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാലക്കാടിൻ്റെ മണ്ണിലെത്തിയപ്പോഴത്തേക്ക് ജനങ്ങൾ കൊടുത്ത സ്വീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രമാണ് അല്ലേ? അപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കറിയാം ഇത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ തകർക്കാൻ. നിങ്ങൾ നോക്കി, 1.5 വർഷം കൊണ്ട് MLA ആയിട്ട് 1.5 വർഷം ആയിട്ടില്ല, 1.5 വർഷത്തിനകത്ത് ആ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പാലക്കാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ പാലക്കാടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യം ആണെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ
രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ, ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിൽ ഏത് ജില്ലയിലെ MLA ആണ്? MLA നമുക്ക് എത്ര പേർക്കറിയാം? നിങ്ങളൊന്നും പറ. നമ്മുടെ സ്വന്തം നാട്ടിലെ MLA പോലും നമുക്കറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്കും, കേരളത്തിൻ്റെ ആയിക്കോട്ടെ, ഇനി പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ മലയാളികളായിക്കോട്ടെ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിക്കോട്ടെ, ആരെടുത്ത് ചോദിച്ചാലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ആരാണെന്നവർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഈ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയില്ലായിരുന്നെങ്കിൽ ഇനിയും അവസരമുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടി അവസരം കൊടുക്കുന്നെങ്കിൽ നാളെ ഒരു മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരിക്കാനുള്ളൊരു കേപ്പബിലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടം വീടിൻ്റെ താക്കോല് കൈമാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചിരിക്കണം. നമ്മൾ സംസാരിച്ച് വളരെ പോസിറ്റീവായി നമ്മളെ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യുന്ന ഇന്ത്യൻ ഗ്രൂപ്പുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യം 5 വീടുകളുടെ കല്ലിട്ടപ്പോൾ ഈ വീടുണ്ടായിരുന്നു. എന്തായാലും ആ വീടിന്റെ കല്ലിടലിൽ നിന്ന് ഇന്ന് വീടായി മാറുമ്പോഴത്തേക്കിന് വലിയ സന്തോഷമാണ്. നമ്മൾ സംസാരിച്ച് വളരെ പോസിറ്റീവായി നമ്മളെ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യുന്ന ഇന്ത്യൻ ഗ്രൂപ്പുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യം 5 വീടുകളുടെ കല്ലിട്ടപ്പോൾ ഈ വീടുണ്ടായിരുന്നു. എന്തായാലും ആ വീടിന്റെ കല്ലിടലിൽ നിന്ന് ഇന്ന് വീടായി മാറുമ്പോഴത്തേക്കിന് വലിയ സന്തോഷമാണ്. എന്തല്ലേ, ഇങ്ങനെ ആവണം ഒരു ജനപ്രതിനിധി അല്ലേ? ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പഠിക്കണം, ശ്രമിക്കണം. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു ജനപ്രതിനിധി അവിടെ ഉടലെടുക്കുന്നത് അല്ലേ? അപ്പം ഇതുപോലെ ഇനിയും ഒരു 100, ഇപ്പം ഒരു വീടിൻ്റെ താക്കോൽ ദാനമാണ് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 99 വീടിൻ്റെ താക്കോൽ ദാനം രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. കാരണം അതിനകത്ത് യാതൊരു സംശയമില്ല. അതുപോലെ 12 വീടുകളിലെ തറക്കല്ലിടിയിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വെറും 1.5 വർഷം കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു 5 വർഷം രാഹുൽ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് കേരളത്തിന് ഇതുവരെയായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ്? കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വികസനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവിടെ ഇവിടെയും എങ്ങാണ്ടൊക്കെ കുറേ റോഡുകൾ വന്നതല്ലാതെ വേറെ എന്ത് വികസനമാണ്? ഈ റോഡുകൾ മാത്രമാണോ കേരളത്തിൻ്റെ വികസനം? ഒരിക്കലുമല്ല. റോഡുകൾ വന്നതല്ലാതെ എന്ത് വികസനമാണ് കേരളത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അല്ലേ? എന്തായാലും ഞാൻ ഇവിടെ ഒരു ടീച്ചറിൻ്റെ ഒരു പ്രതികരണം, രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീച്ചറിൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇവിടെ വെച്ചുതരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം, എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് രാഹുലിൻ്റെ തിരിച്ചുവരവ് രാഷ്ട്രീയത്തിലേക്ക്. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി രാഷ്ട്രീയത്തിലെ പുലി തന്നെയാണ് കേട്ടോ. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഇനി ഏത് പ്രസ്ഥാനത്ത് നിന്നാലും, ഇനി ഭരണപക്ഷത്ത് നിന്നാലും പ്രതിപക്ഷത്ത് നിന്നാലും ഏത് പ്രസ്ഥാനത്ത് നിന്നാലും രാഹുൽ മാങ്കൂട്ടം പുലി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പോൾ രാഹുലിൻ്റെ തിരിച്ചുവരവൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞാൻ ആ ഒരു ടീച്ചറിൻ്റെ പ്രതികരണം ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കേ. പാലക്കാട്ടിൽ നിന്നാണ്. റിട്ടയർഡ് അധ്യാപികയായിരുന്നു. നേരത്തെ എന്താ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാൻ വയ്യാത്ത ചോദിക്കുകയാണ്. ഈ രാഹുല് പിന്നെ എന്ത് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഇയാളെ തിരിച്ചെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? തെറ്റിപ്പോയി. ഇവനെ വീണ്ടും തിരിച്ചെടുക്കാം എന്ന് വിശ്വസിപ്പിച്ചിട്ട് ഇരിക്കായിരിക്കോ? അങ്ങനെ ഒരു വിശ്വാസത്തിലായിരിക്കും. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന്റെ അന്ന് വരെ നോക്കിയിരിക്കാവുന്ന ഒരു രീതിയിലായിരിക്കും അതൊക്കെ ഇരിക്കുന്നത്. അല്ലാതെ യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ഇവനെ സ്വന്തമായിട്ട് മത്സരിച്ചുകൂടെ ഇത്രയും ഈ ജനലക്ഷങ്ങള്, ഈ ലോകത്തെമ്പാടുള്ള മലയാളികള് ഐക്യകണ്ഠേന ഇവനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഇവൻ എന്താ വേണ്ടത്? അപ്പൊ നമ്മളൊക്കെ വിഡ്ഢികളായില്ലേ എന്നാ ഞാൻ ചോദിക്കണേ. എനിക്ക് രാത്രി കിടന്നിട്ട് പോലും ഉറക്കില്ല. ഇത്രയും ഈ അമ്മമാരും സഹോദരിമാരും വിളിച്ച് പറയുന്നത് ഈ രാഹുൽ പിന്നെ ചെവിക്കൊള്ളുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് വല്ലാത്ത മനപ്രയാസമാണ്. പാലക്കാട് സ്വതന്ത്രനായി നിൽക്കില്ലെങ്കിൽ ഇവന്റെ ഭാവി പോയി, ഇതോടെ പോയി. ടീച്ചർക്ക് എന്ത് തോന്നുന്നു? പാലക്കാട് രാഹുൽ സ്വതന്ത്രനായിട്ട് നിന്നാൽ ടീച്ചറിന്റെ ഒരു അഭിപ്രായം എന്താ? ടീച്ചറിന്റെ എന്ന് വെച്ചാൽ എനിക്ക് കുറെ ബന്ധുക്കളുണ്ട് ഈ പാലക്കാട്. ഞാൻ നെന്മാറയ്ക്ക് അടുത്താണ്. പാലക്കാട് എന്റെ ബന്ധുക്കള് അവരെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിപ്പിച്ചതല്ലേ രാഹുലിനെ.
എന്തുകൊണ്ട് സ്വതന്ത്രനായിട്ടെങ്കിലും നിൽക്കുന്നില്ല, അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഒരു 50 വോട്ടെങ്കിലും എൻ്റെ ബന്ധുക്കൾ പാലക്കാട് പിന്നെ ആ മണ്ഡലത്തിലുണ്ട്. ഇനിയാന്ന് കൂടെ ഞങ്ങൾ സംസാരിച്ച് വേറൊരു മരണ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ പറയണ എല്ലാവരും സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ രാഹുലിന് തന്നെ അവിടെ വിജയസാധ്യത എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ നിന്നില്ലെങ്കിൽ ഇനി 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്കാന്ന് പറയണമെങ്കിൽ ഇവന്റെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ ഇവനെതിരാകും, വോട്ട് കൊടുക്കില്ല. അപ്പൊ അത് രാഹുൽ മനസ്സിലാക്കിയേ കൊള്ളാം. ഇതോടുകൂടി ഇപ്പം സ്വതന്ത്രനായിട്ടെങ്കിലും നിന്നില്ലെങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീരുകയല്ലേ? പോകും തീർച്ച. കാരണം അത്രയും ജനങ്ങൾ മനസ്സിൽ തട്ടിക്കൊണ്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാക്ക് ജനങ്ങളാണ് അവനെ ജയിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ജനങ്ങളുടെ വാക്ക് രാഹുൽ എടുത്തിട്ടില്ലെങ്കിൽ ഇനി 5 വർഷം കഴിഞ്ഞിട്ടല്ല 10 വർഷം രാഹുൽ നിന്നാലും ജയിക്കില്ല, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ പിഷാരടി അവിടെ നിർത്താൻ വേണ്ടി കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്യുന്നു കേൾക്കുമ്പോൾ ടീച്ചർക്ക് എന്താ തോന്നുന്നത്? സാധ്യത എന്തെങ്കിലും ഉണ്ടോ? പിഷാരടി പിന്നെ ഇയാൾക്ക് രാഷ്ട്രീയമായിട്ട് വല്ലതും അറിയോ? പിഷാരടിക്ക് പിന്നെ കോമഡി, അയാളെ ആ ഫീൽഡിൽ നമ്മൾ അയാളെ പിന്നെ സ്നേഹിക്കണു, ബഹുമാനിക്കണു, നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ പിന്നെ രാഷ്ട്രീയപരമായിട്ട് പിഷാരടിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഈ രാഹുൽ ഓരോ മണ്ഡലത്തിലും കയറി ചെന്ന് പ്രവർത്തിച്ചിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും ജനങ്ങളോടുള്ള അവന്റെ ആ സമീപനവും എല്ലാം കൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ആൾക്കാർ മുറവഴി കൂട്ടിയിട്ട് ഇവൻ സ്വതന്ത്രനായിട്ടെങ്കിലും അവിടെ നിന്നില്ലെങ്കിൽ ഇനി ഒരു ഇലക്ഷൻ പറഞ്ഞിട്ട് അടുത്തത് ഇനി 5 വർഷം കഴിഞ്ഞിട്ടല്ല 10 വർഷം കഴിഞ്ഞാലും രാഹുൽ ജയിക്കില്ല. കാരണം അത്രയും മനസ്സിൽ തട്ടിക്കൊണ്ടാണ് ഓരോരുത്തരും വിളിക്കുന്നതും അവനെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പൊ ഇതൊന്നും രാഹുൽ കേൾക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ ഈ ഈ ഇടതുപക്ഷത്തെ സരിനെ അവിടെ നിർത്താൻ സാധ്യതയില്ല, അതിൽ സരിന് വലിയ വിഷമമാണ്. ഈ സരിന്റെ ഒരു എങ്ങനെയാണ് നിങ്ങൾ പാലക്കാടുകാർ സരിനെയും ഈ രണ്ടുപേരും? ഞങ്ങൾക്കറിയാം, എന്റെ ഹസ്ബൻഡ് SI ആയിട്ട് റിട്ടയർഡ് ആയതാണ്, അവരുടെ ഒപ്പം വർക്ക് ചെയ്താണ് സരിന്റെ ഭാര്യയുടെ അച്ഛൻ. അപ്പൊ സരിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ എന്ത് ചെയ്യാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തോറ്റ് തുന്നമ്പാടേ ഉള്ളൂ. ഇവരൊക്കെ കൂട് വിട്ട് കൂട് മാറുന്ന കക്ഷികളല്ലേ? അതാണ് പറയുന്നത്. അപ്പൊ അതിൽ വിശ്വാസമില്ല സരിനെ കുറിച്ചിട്ട്. ഇവര് പിന്നെ അഭിപ്രായമില്ല സരിനെ കുറിച്ചിട്ട്, നല്ല അഭിപ്രായമില്ല. അതുപോലെ ഇത് ശരിക്ക് BJPക്ക് ഗുണമുണ്ടാകുവാൻ വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് രാഹുലിന് പകരം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ജോക്കറിനെ നിർത്തി കഴിഞ്ഞാൽ ഇത് BJPക്ക് ആ മണ്ഡലം പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ പിഷാരടി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവര് നല്ലൊരു പ്രാസംഗികയാണ്, തീപ്പൊരി നേതാവാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ പ്രസംഗം കേൾക്കാനും പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ശോഭാ സുരേന്ദ്രനെ. പക്ഷേ പിന്നെ അവിടെ കോൺഗ്രസിൽ രാഹുൽ നിൽക്കുകയാണെങ്കിൽ രാഹുൽ തന്നെ ജയിക്കുള്ളൂ, മനസ്സിലായില്ലേ? ജനങ്ങളുടെ അത്രയും സപ്പോർട്ട് ഉണ്ട്. പിന്നെ അവനെ എടുത്തു കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. രാഹുലിൻ്റെ തിരിച്ചുവരവ് നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്